ഹലോ, വിഷൻ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്ന വിഷയത്തെ സംബന്ധിച്ചാണ്. സോ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. റെസ്പെക്റ്റ് അഥവാ മാന്യത. ആദ്യം നമ്മളൊരു വ്യക്തിക്ക് മാന്യത കൊടുത്താൽ മാത്രമേ തിരിച്ച് ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് മാന്യത പ്രതീക്ഷിക്കാവൂ, അല്ലേ? നമ്മൾ ആദ്യം എന്താണ് വേണ്ടത്? ഒരു മാന്യമായിട്ടുള്ള ഒരു വ്യക്തിയാവാൻ ശ്രമിക്കുക. സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളെപ്പോഴും മാന്യമായിട്ടാണ് ജീവിക്കേണ്ടത്. അല്ലാത്ത തോന്നിയാസം പോലെ ഇങ്ങനെ തോന്നിയതുപോലെ ചെയ്തിട്ടല്ല ജീവിക്കേണ്ടത്. ആദ്യം സഭ്യതയോടെ ഭാഷയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പഠിക്കണം. മറ്റുള്ളവരെ മാന്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പഠിക്കണം. മാന്യത പുലർത്തണം. ഭാഷയിൽ മാന്യത പുലർത്തണം. സംസാരത്തിൽ സഭ്യത പുലർത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചിട്ടും മറ്റുള്ളവരെ കയ്യിൽ നിന്ന് മാന്യത ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു കാലത്തും നമ്മൾ അങ്ങോട്ട് റെസ്പെക്റ്റ് നമ്മളെ തേടി വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്റ്റ് അല്ലെങ്കിൽ മാന്യത കൊടുത്താൽ മാത്രമേ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് നമുക്കും തിരിച്ചിട്ട് റെസ്പെക്റ്റ് അഥവാ മാന്യത കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു വ്യക്തിയെ കാണുകയാണ്, വഴിയിൽ പോകുന്നൊരു വ്യക്തിയെ കാണുകയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് എന്താ പറയുക, ഒരു ചുരുക്കി പറഞ്ഞാൽ ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടെങ്കിലും ആ വ്യക്തിനെ നേരിടണം. ആ പുഞ്ചിരി കൊണ്ട് നമുക്ക് നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് തിരിച്ചിട്ട് പുഞ്ചിരി തരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി പോകുന്നില്ല. സോ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഓരോ വ്യക്തിനെ കാണുകയും ഓരോ വ്യക്തികളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരാൾ നമ്മളോട് അസഭ്യമായിട്ട് സംസാരിക്കുകയാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സംസാരിച്ചാൽ ആ വ്യക്തിക്ക് തന്നെ തോന്നും, ഈ ഒരു വ്യക്തി ഒരു മാന്യനായൊരു ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ ചെറുപ്പക്കാരത്തിയാണെന്ന് അവർക്ക് മനസ്സിലാവും. നമ്മുടെ ബോഡി ലാംഗ്വേജും നമ്മുടെ സംസാര ശൈലിയും നമ്മൾ എന്താ പറയുക കാഴ്ചവെക്കുന്ന കാഴ്ചപ്പാടെല്ലാം നോക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു മാന്യനാണെന്ന് മനസ്സിലാവും. അതായത് നമ്മുടെ സ്വഭാവം, നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാം നോക്കിയിട്ടാണ് അവർ ഇന്ന വ്യക്തി മാന്യനാണെന്ന് അവർ തീരുമാനിക്കുന്നത്, മറ്റുള്ളവർ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങളും സമൂഹത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടും നല്ല രീതിയിൽ എന്താ പറയുക എല്ലാവരെയും നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ ആൾക്കാരുടെ കയ്യിൽ നിന്നും നമുക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്ന സമയമാണ്. നമ്മളൊരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ആൾക്കാർ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന കാലഘട്ടമാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും ഒരു ചൂണ്ടിക്കാണിക്കാൻ ആരും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച വന്നാലോ 4 അല്ല 5 വിരലും നമ്മൾ നേരെ ചൂണ്ടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, സമൂഹത്തിൻ്റെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിലും നല്ലൊരു മുഖംമുടി വെച്ചിട്ട് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുപ്പത്തിൽ നിന്ന് തന്നെ നല്ല സഭ്യമായ ഭാഷയും മാന്യതയോടുള്ള പെരുമാറ്റം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നമ്മൾ പഠിച്ചു വരേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു വ്യക്തിത്വമായിട്ട് ഭാവിയെ ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ നന്നായാൽ മാത്രമേ നമ്മുടെ ഭാവിയും നന്നാവുള്ളൂ, നമ്മൾ വാർത്തെടുക്കുന്ന സമൂഹവും നന്നാവുള്ളൂ, അല്ലേ? ആദ്യം നമ്മുടെ ചിന്തകൾക്കാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. ആവശ്യമായിട്ടുള്ള അനാവശ്യ കാര്യങ്ങളെ കൊണ്ട് മനസ്സിനെ ദൂരം തർപ്പിക്കുക. നല്ല കാര്യങ്ങൾ കൊണ്ട് മനസ്സിനെ നിറക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള തിങ്കിങ്, പോസിറ്റീവായിട്ടുള്ള ആക്ഷൻസ്, പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഒരു കോട്ട് ഗീവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് നല്ല രീതിയിൽ ഓരോ വ്യക്തികളുടെ മൈൻഡിലും വേണ്ട ഒരു കാര്യമാണ്. നമ്മളങ്ങോട്ടേക്ക് റെസ്പെക്റ്റ് കൊടുക്കുമോ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു വ്യക്തിക്ക് മാന്യത കൊടുക്കുമോ, എങ്കിൽ മാത്രമേ തിരിച്ചും നമുക്ക് ആ കാര്യം കിട്ടുകയുള്ളൂ. അതാദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കി വേണം പെരുമാറാൻ. പിന്നെ ഈ മാന്യത കൊടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ റെസ്പെക്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പ്രായമൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു കോളേജ് പ്രൊഫസറാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറേ കുട്ടികളെ നമുക്ക് പഠിപ്പിക്കേണ്ടതായിട്ടും ഡീൽ ചെയ്യേണ്ടതായിട്ടും വരും. അപ്പോൾ നമ്മൾ പ്രായം നോക്കിയിട്ടല്ല ഓരോരുത്തരെയും ഡീൽ ചെയ്യേണ്ടത്. കുട്ടികളെ നല്ല രീതിയിൽ നല്ല ഭാഷ കൊണ്ട്
നല്ല കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് നമ്മളെ ഭാഗത്തേക്ക് അവരെ നയിക്കേണ്ടത്. അല്ലാത്ത അവർ റെസ്പെക്റ്റ് നമുക്ക് തരുന്നില്ലല്ലോ, നമ്മൾ അവരെ ടീച്ചറാണെന്ന് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങോട്ടേക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ കുട്ടികളെ ഡീൽ ചെയ്യുന്നത്, അതേ രീതിയിലുള്ള പെരുമാറ്റവും ഒരു ഇഷ്ടവും ആ ഒരു എന്താ പറയുക ടീച്ചർക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ വെച്ചിട്ട് പറയുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പം മാതാപിതാക്കളെ കേസിലാണെങ്കിലും നമ്മുടെ ഉപ്പ ഉമ്മ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ആ ഒരു രീതിയിലേ മക്കളും നമ്മളോട് പെരുമാറുകയുള്ളൂ. നമ്മൾ ചെറുപ്പത്തിലേ നല്ല രീതിയിലാണ് അവർ വളർത്തുകയാണെങ്കിൽ ഭാവിയിലും അവർക്ക് മക്കൾ അവരുടെ തണലായി എന്നെന്നും കൂടെ ഉണ്ടാവും. അങ്ങനെയാണ്. സോ എന്ത് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചു കിട്ടുകയുള്ളൂ. നമ്മൾ ചീത്തയാണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നതെങ്കിൽ ചീത്ത കിട്ടും, നമ്മൾ നല്ലതാണ് അങ്ങോട്ടേക്ക് കൊടുക്കുന്നതെങ്കിൽ നല്ലത് കിട്ടും. ഇപ്പോൾ വേറൊരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചെടികൾക്കെല്ലാം വളം കൊടുക്കുമല്ലേ. ഇപ്പോൾ ചെടികൾക്ക് നമ്മൾ എന്താണോ വെള്ളവും വളവും കൊടുത്താൽ മാത്രമേ തിരിച്ച് അതിൽ നിന്ന് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ ഒരു ഫോർ എക്സാമ്പിൾ ഒരു മാവിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ മാവിന് വളമിടുകയാണ്. വളവും വെള്ളവും കൊടുത്താലേ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്നും ഫലങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും. നമ്മൾ നല്ല രീതിയിൽ എന്ത് ഒരു സിറ്റുവേഷൻ വന്നാലും സഭ്യമായ ഭാഷയിലാണ് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അല്ലാത്ത ഫസ്റ്റ് തന്നെ നമ്മൾ തെറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നാൽ നമ്മളെ ഇമേജ് തന്നെ അവിടെ തകർന്നു പോവാണ് ചെയ്യുന്നത്. അയാളൊരു എന്താ പറയുക നാക്കെടുത്താൽ തെറിയേ വരുള്ളൂ അങ്ങനെയെല്ലാം പറയാൻ വേണ്ടിയിട്ട് നമ്മളെ ഇട്ടുകൊടുക്കുക ആൾക്കാരുടെ മുമ്പിൽ. അപ്പോൾ ആ വ്യക്തിൻ്റെ ഇമേജ് തന്നെ തകരാൻ വേണ്ടിയിട്ട് ഇടയാവും. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വേണം ഒരു സദസ്സിനെ അല്ലെങ്കിൽ ആൾക്കാരെ നമ്മൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാടോ ഒരു എന്താ പറയുക, പണ്ട് ഒരു പ്രവാചകന്റെ കഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു നായന് എന്തോ രോഗം പിടിച്ച ഒരു നായനോട് കരുണ കാണിച്ചത് കൊണ്ട് അല്ലെങ്കിൽ മാന്യത കാണിച്ചത് കൊണ്ട് ഒരു വ്യക്തി സ്വർഗത്തിലേക്ക് തന്നെ കടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഖുറാനിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്തിട്ട് നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ആളുകളെ കൊണ്ട് നല്ലത് നമ്മൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ആളുകളെ കൊണ്ട് മോശമായിട്ട് നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ അതൊക്കെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതൊരു എന്താ പറയുക, ഒരു ചെറിയൊരു സഹായം, പരസഹായമായിക്കോട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക സഹായമായിക്കോട്ടെ, നമുക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളൊരു മാന്യനായിട്ട് അല്ലെങ്കിൽ ഒരു മാന്യതയുള്ളൊരു മനുഷ്യനായിട്ട് അവർ കാണുകയുള്ളൂ. മനസ്സിലായില്ലേ? സോ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് ഡീൽ ചെയ്താൽ, എല്ലാത്തിനെയും മാന്യമായിട്ട് ഡീൽ ചെയ്താൽ നമ്മൾ അറിയാണ്ട് നമ്മളൊരു മാന്യനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമ്മളെ കണ്ടിട്ടായിരിക്കും നമ്മളെ മക്കൾ വളരുന്നത്. സോ അവരും നമ്മുടെ രീതിയിൽ തന്നെ വരും. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ആ കാര്യങ്ങൾ അവർ പിന്തുടർന്നിട്ടാണ് നീ ഇന്നാളെ മോനല്ലേ, സോ അങ്ങനെ നിൻ്റെ സ്വഭാവം ഉണ്ടാവുന്ന നല്ല കാര്യങ്ങൾ നമ്മളെ അയൽവാസികളെ കൊണ്ടും കുടുംബക്കാരെ കൊണ്ടും സമൂഹത്തിനെ കൊണ്ടും നമ്മുടെ ബന്ധുമിത്രാദികളെ കൊണ്ടൊക്കെ പറയിപ്പിക്കണം. സോ അതാണ് പറയുന്നത്, നമ്മുടെ വാക്കിനെ സൂക്ഷിക്കുക, നമ്മുടെ ചിന്താഗതിയെ സൂക്ഷിക്കുക. എല്ലാം തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോയാൽ തന്നെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ ധന്യമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ അത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ ചിന്താഗതി നല്ലതായിരിക്കണം, നമ്മുടെ വാക്കുകൾ നല്ലതായിരിക്കണം, സഭ്യമായ രീതിയിൽ സംസാരിക്കണം, മാന്യതയോട് കൂടിയിട്ട് പെരുമാറണം. എങ്കിൽ നമുക്ക് നല്ലൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആൾക്കാരെ കൊണ്ട് കിട്ടും. പിന്നെ ചിലവർ പറയും നമ്മൾ എത്ര നല്ല കാര്യം ചെയ്താലും ആൾക്കാർ നമ്മളെക്കുറിച്ചിട്ട് മോശമായിട്ടേ പറയുന്നുള്ളൂ എന്ന്. അത് നമ്മൾ അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് തനിയെ ഇങ്ങനെ കാലങ്ങൾ കടക്കും തോറും എന്താ പറയുക, ആൾക്കാരുടെ ചിന്താഗതി മാറിയിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അപ്രോച്ച് അവരിൽ നിന്ന് കിട്ടും. നമുക്ക് ആദ്യം നമ്മൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തണം, നമ്മുടെ മനസ്സിനെയാണ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്. അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിന് ബോധ്യമുണ്ടായാലും മതി. സമൂഹത്തിനെ നമ്മൾ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിനെ ബോധിപ്പിച്ചാൽ തന്നെ നമുക്ക് അത് എന്താ പറയുക, അത് താനേ സമൂഹം അത് അംഗീകരിച്ചുകൊണ്ട് വരും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എത്ര കാലമാണ് സമൂഹത്തിന് പറ്റുക? അവർ നല്ല കാര്യം എത്ര ചെയ്യുന്നു അത് താനേ സമൂഹം അംഗീകരിക്കും ആ വ്യക്തിനെ. സോ ഇത്രേ എനിക്ക് പറയാനുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതം ധന്യമായിട്ട് മുന്നോട്ട് പോവുക. എങ്കിലേ നമുക്ക് ആരോഗ്യവാന്മാരായി നല്ല മനസ്സിന് നല്ലൊരു ഉന്മേഷവും മറ്റുള്ളവർക്ക് നല്ലൊരു
പ്രചോദനമായിട്ട് നമുക്ക് ലൈഫിൽ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. പിന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ഞാൻ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.